മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. ഇനി നമുക്ക് ഇന്ന് നോക്കേണ്ടത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതാണ് ഇനി നോക്കേണ്ടത്. ഒരു 5 പോയിൻ്റായിട്ടാണ് ഓരോന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഡേറ്റ. നമുക്കറിയാം ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ്സ് ഡേറ്റ. നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സെർവ് ആസ് എ വൈറ്റൽ സോഴ്സ് ഓഫ് ഡേറ്റ ഫോർ മാനേജ്മെൻറ്റ് പ്ലാനിങ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിന് ഡേറ്റ കൊടുക്കുന്ന ആരാണ്? നമ്മുടെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആവാം, അക്കൗണ്ടിങ് എന്ന് പറയാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഹീ ഷുഡ് പ്രൊവൈഡ്. അപ്പോൾ ഇവിടുത്തെ ഹീ ആരാണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഹീ ഷുഡ് പ്രൊവൈഡ് മാനേജ്മെൻറ്റ് വിത്ത് ഡേറ്റ ഡിസൈൻഡ് ടു അസിസ്റ്റ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ് കവറിങ് ആൾ ബിസിനസ് ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മുടെ ബിസിനസ് ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട് ആ ഇൻഫർമേഷൻസ് ഇത് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുക. പ്ലാൻ എന്തിനാണ്? ഡിസിഷൻസ് എടുക്കാനായിട്ട്, പ്ലാൻസ് ഒക്കെ തീരുമാനിക്കാനായിട്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുക? ടോപ്പ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക. ആര് പ്രൊവൈഡ് ചെയ്യും? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. രണ്ട് രീതിയിൽ പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് അവരുടെ ഒന്നാമത്തെ ഫങ്ഷൻസ്, പ്രൊവൈഡ് ഡേറ്റ. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ, ഇൻഫർമേഷൻ ഇതെല്ലാം മാനേജ്മെൻറ്റിന് പ്ലാൻസ്, ഡിസിഷൻസ് ഇതൊക്കെ എടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒന്നാമത് പറഞ്ഞത്. അടുത്ത രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ മോഡിഫൈസ് ഡേറ്റ. ഈ ഡേറ്റ കിട്ടിയ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ ആ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് അറേഞ്ച് ചെയ്താണ് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്താണ് നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റിന് അയക്കുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്, മോഡിഫൈസ് ഡേറ്റ. കിട്ടിയ ഡേറ്റ അയാളൊന്ന് വിശകലനം ചെയ്ത് ആണ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ അക്കൗണ്ടിങ് ഡേറ്റ റിക്വയർഡ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ ഈസ് പ്രോപ്പർലി കമ്പൈൽഡ് ആൻഡ് ക്ലാസിഫൈഡ്. അപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് വാല്യൂ വലിച്ചെഴുതാതെ അത് ക്ലാസിഫൈ ചെയ്താണ് ടോപ്പ് മാനേജ്മെൻറ്റിന് സമർപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് ഫിഗർ ഫോർ ഡിഫറെൻറ്റ് മന്ത്സ് മേ ബി ക്ലാസിഫൈഡ് ടു നോ ടോട്ടൽ പർച്ചേസ് മെയ്ഡ് ഡ്യൂറിങ് ഈച്ച് പീരീഡ്, പ്രോഡക്റ്റ് വൈസ്, സപ്ലയർ വൈസ്, ടെറിട്ടറി വൈസ്. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ അതിനകത്ത് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തു, ക്യാഷ് പർച്ചേസ് ആവാം, ക്രെഡിറ്റ് പർച്ചേസ് ആവാം. ഇത് ഓരോ മാസം എത്ര വെച്ച് മേടിച്ചു അതിന് അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് അയക്കാം. അല്ലെങ്കിൽ പ്രോഡക്റ്റ് വൈസ്, ഏത് പ്രോഡക്റ്റാണ് വാങ്ങിയത് ഓരോ മാസം, ജനുവരി ഡിസംബർ വരെയുള്ള മാസത്തിൽ ഏതൊക്കെ പ്രോഡക്റ്റ് എത്ര അളവിലാണ് നമ്മൾ വാങ്ങിയത് അത് ക്ലാസിഫൈ ചെയ്ത് അയക്കും. പിന്നെ പ്രോഡക്റ്റ് വൈസ് ആവാം, സപ്ലയർ വൈസ്, ആ ഏത് കമ്പനിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ബിസിനസ്സിൻ്റെ റാ മെറ്റീരിയൽ വാങ്ങണമല്ലോ, അപ്പോൾ അവർ ഏത് സപ്ലയറിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ആൻഡ് ടെറിട്ടറി വൈസ്, ഏത് ഏരിയയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ക്ലാസിഫൈ ചെയ്ത് ആർക്ക് അയക്കുന്നു? ടോപ്പ് മാനേജ്മെൻറ്റിന് അയക്കുകയാണ്. ഒന്നാമത് പറയുന്നത് പ്രൊവൈഡ്സ് ഡേറ്റ, മാക്സിമം ഡേറ്റ ഇൻഫർമേഷൻസ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ടോപ്പ് മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനായിട്ട്, പ്ലാൻസ് ഒക്കെ തീരുമാനിക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞത് മോഡിഫൈസ് ഡേറ്റ. ഈ ഡേറ്റ എന്ത് ചെയ്താണ്? ക്ലാസിഫൈ ചെയ്താണ് അയക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ പ്രോഡക്റ്റ് വൈസ് ആവാം, സപ്ലയർ വൈസ് ആവാം, അല്ലെങ്കിൽ ടെറിട്ടറി എന്ന് വെച്ചാൽ ഏരിയ, ടെറിട്ടറി വൈസ് ആവാം. ഇനി മൂന്നാമത്തത് അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ഡേറ്റ. അതെന്തായിരിക്കും പറയുന്നത്? ഒരു ഡേറ്റ ചുമ്മാ അങ്ങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ചുമ്മാ അങ്ങ് സമർപ്പിക്കില്ല. അത് നമ്മുടെ ടേബിളാക്കി അല്ലെങ്കിൽ ചാർട്ടുകളൊക്കെ വരച്ച്, അല്ലെങ്കിൽ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പെട്രോളിൻ്റെ വില എടുത്ത് നമുക്ക് ട്രെൻഡ് അറിയാം. ഓരോ പൈസ 10 പൈസ 20 പൈസ വെച്ച് കൂടുകയാണ്. അപ്പോൾ ആ ട്രെൻഡാണ്, അതിന് ആ ഒരു പോക്കാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രെൻഡ് അനാലിസിസ് നടത്തിയായിരിക്കാം ടോപ്പ് മാനേജ്മെൻറ്റിന് സമർപ്പിക്കുന്നത്. അപ്പോൾ കിട്ടിയ ഡേറ്റ അനലൈസ് ചെയ്ത് അതിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക, വിശകലനം ചെയ്തിട്ടാണ് ടോപ്പ് മാനേജ്മെൻറ്റിന് സമർപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ പരീക്ഷയുടെ മാർക്ക്, ഓണം പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, മെയിൻ പരീക്ഷ, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആളുടെ പുരോഗതി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് കണക്കാണ് ഇവിടെ കഴിഞ്ഞ മാസത്തെ സെയിൽസ്, ഈ മാസത്തെ സെയിൽസ്, ഇനി വരാനിരിക്കുന്ന എത്ര സെയിൽസ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അത് അനലൈസ് ചെയ്തിട്ടാണ് ടോപ്പ് മാനേജ്മെൻറ്റിന് സമർപ്പിക്കുന്നത്. നമുക്ക് നോക്കാം. ദ അക്കൗണ്ടിങ് ഡേറ്റ ഈസ് അനലൈസ്ഡ് മീനിങ് ഫുള്ളി ഫോർ ഇഫക്റ്റീവ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ കിട്ടിയ ഡേറ്റ എന്താണ്? അത് എന്ത് ചെയ്യും? അനലൈസ് ചെയ്തിട്ടാണ് പ്ലാനിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടി ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത്. ഫോർ ദിസ് പർപ്പസ് ഡേറ്റ ഈസ് പ്രസൻറ്റഡ് ഇൻ എ കമ്പാരിറ്റീവ് ഫോം. അപ്പോൾ എന്താണ് കമ്പാരിറ്റീവ് ഫോം? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ടേബിളായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. എത്ര ശതമാനം ബിസിനസ് ഇൻക്രീസ് ഉണ്ടോ ഡിക്രീസ് ഉണ്ടോ എന്നൊക്കെ പറയുന്നതാണ് കമ്പാരിറ്റീവ് ഫോം. പിന്നെ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് ലൈക്ലി ട്രെൻഡ്സ് ആർ പ്രൊജക്റ്റഡ്. അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന ചാപ്റ്ററായിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കും. അതിനങ്ങനെ ട്രെൻഡ് കൂടുന്നോ കുറയുന്നോ എന്നുള്ള ട്രെൻഡ് ഇതെല്ലാം കൂടെ നോക്കിയിട്ടൊക്കെയാണ് ഇതെല്ലാം ചെയ്യുന്നതാണ് അനാലിസിസ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ടാണ് ടോപ്പ് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അവർക്ക് സമർപ്പിക്കുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ ഫംഗ്ഷൻ സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്.
എന്താണ് പറയുന്നത്? സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് മാനേജ്മെന്റ് പ്ലാൻസ് അപ്വേർഡ്, ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ത്രൂ ദ ഓർഗനൈസേഷൻ. അപ്പം മാനേജ്മെന്റ് പ്ലാൻസ്, അപ്പം മാനേജ്മെന്റ് തീരുമാനിച്ചു ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. തീരുമാനിച്ചോളൂ ഇത് ആരെയൊക്കെ അറിയിക്കണം? നമ്മുടെ ലോവർ ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ഇവരെയൊക്കെ അറിയിക്കണം. അതൊക്കെ ചെയ്യുന്ന ആരാണ്? ഈ ഇൻഫർമേഷൻസ് ഈ ലെവൽസിന് കൊടുക്കുന്ന ആരാണ്? മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് തീരുമാനിച്ച കാര്യങ്ങൾ ആൾക്കാർ ബാക്കിയുള്ള ലെവൽസിനെ അറിയിക്കുക, മിഡിൽ ലെവൽ. അതാണ് അപ്വേർഡ്, ഡൗൺവേർഡ്, ഔട്ട്വേർഡ്, ഇങ്ങനെ ലെവൽസ് ആണ് അവരെ അറിയിക്കുക. അതാണ് പറഞ്ഞത്. അടുത്ത ഒരു ഫംഗ്ഷൻ കൂടി, ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. അപ്പം നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ടോപ്പ് മാനേജ്മെന്റ് തീരുമാനിച്ചതാണ്. പ്ലാൻ ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് കൺട്രോൾ ചെയ്ത് നോക്കണം. അതാണ് ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് കൺട്രോൾ ടെക്നിക്സ് ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പ്ലാൻ. അപ്പം നമ്മുടെ ടോപ്പ് മാനേജ്മെന്റ് തീരുമാനിച്ച പ്ലാന് നടപ്പാക്കാനുള്ള ടെക്നിക്സ്, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എങ്ങനെ നടപ്പാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് അതിന് സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് അതിൻ്റെ ഫങ്ഷൻസ്. പ്രൊവൈഡ്സ് ഡേറ്റ, മോഡിഫൈസ് ഡേറ്റ, അനലൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ഡേറ്റ, സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, ഫെസിലിറ്റേറ്റ്സ് കൺട്രോൾ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. നേരത്തെ കണ്ടത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടന്റിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ആ പോയിന്റ് തന്നെ എഴുതി വെച്ചാലും തെറ്റൊന്നുമല്ല. അപ്പം മാനേജ്മെന്റ് അക്കൗണ്ടന്റിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആ പോയിന്റുകളും എഴുതി നമുക്ക് വെക്കാവുന്നതാണ്. പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് പ്ലാനിങ് ഫോർ കൺട്രോൾ. പ്ലാനിങ് ഫോർ കൺട്രോൾ. അപ്പോൾ നമ്മുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ കാണിക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. നോക്കാം. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എസ്റ്റാബ്ലിഷസ്, കോർഡിനേറ്റ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ഫോർ ദ കൺട്രോൾ ഓഫ് ദ ഓപ്പറേഷൻ. അപ്പം നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ പ്ലാൻ ആണ് വേണ്ടത്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതെല്ലാം ചെയ്യുന്നവരാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഓക്കെ, നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. ഇയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് നോക്കാം. സച്ച് എ പ്ലാൻ വുഡ് പ്രൊവൈഡ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്? ചിലവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ചിലവ് 50,000 മേലെ ചിലവ് കൂടാൻ പാടില്ല. അതാണ് കോസ്റ്റ് സ്റ്റാൻഡേർഡ്. അല്ലേ, അമ്മ എന്ത് ചെയ്തിട്ടായാലും 50,000 താഴെ ആക്കണം ചിലവ്. കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് എക്സാമ്പിൾ പറഞ്ഞാണ്. അടുത്ത എക്സ്പെൻസ് ബഡ്ജറ്റ്. ഓരോ എക്സ്പെൻസുകൾ, വേജസ്, സാലറി, ഇങ്ങനെ എക്സ്പെൻസുകളുണ്ട്. അതിൻ്റെ ബഡ്ജറ്റ് അടുത്ത വർഷത്തേക്ക് എത്രയായിരിക്കും, അല്ലെങ്കിൽ എത്രയിൽ കൂടാൻ പാടില്ല എന്നങ്ങനെ എഴുതി വയ്ക്കുന്നതാണ് എക്സ്പെൻസ് ബഡ്ജറ്റ്. സെയിൽസ് ഫോർകാസ്റ്റ്. വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ എത്രയായിരിക്കും സെയിൽസ് കിട്ടാൻ സാധ്യത ഉണ്ടാവുക. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ എത്ര പൈസ ഏതൊക്കെ നിക്ഷേപങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം, ഇപ്പോൾ ഏതൊക്കെ അസറ്റ് വാങ്ങണം, പുതിയ ടെക്നോളജി ഏതൊക്കെ കൊണ്ടുവരണം എന്നൊക്കെയുള്ളതാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം. പ്രോഫിറ്റ് പ്ലാനിങ്. അടുത്ത വർഷത്തെ പ്രോഫിറ്റ് ഒക്കെ എത്രയായിരിക്കും, അല്ലെങ്കിൽ അടുത്ത മാസത്തെ പ്രോഫിറ്റ് എത്രയായിരിക്കും. ആൻഡ് സിസ്റ്റം ടു എഫക്റ്റുവേറ്റ് ദ പ്ലാൻസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന പ്ലാനിങ് ഫോർ കൺട്രോൾ. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കോസ്റ്റ് സ്റ്റാൻഡേർഡ്, എക്സ്പെൻസ് ബഡ്ജറ്റ്, സെയിൽസ് ഫോർകാസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ്. ഇതൊക്കെ ചെയ്താൽ ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം പ്ലാൻ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. ആ കാര്യങ്ങൾ, ആ വായിച്ച കാര്യങ്ങൾ, കോസ്റ്റ് സ്റ്റാൻഡേർഡ്, പ്രോഫിറ്റ് പ്ലാനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അത് പ്ലാൻ ചെയ്യുക, അത് പ്ലാൻ ചെയ്താൽ അത്ര പോരാ, അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക, കൺട്രോൾ ചെയ്യുക. ഒന്നാമത്തെ ഫംഗ്ഷൻ അതായിരുന്നു. നമുക്ക് നോക്കുമ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ടിംഗ് ആണ്. റിപ്പോർട്ടിംഗ് നമുക്കറിയാം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റ് ഡേറ്റ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലേ? ചുമ്മാ കൊടുക്കുന്നതാണോ? ഡേറ്റാസ് ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് നടത്തി ഇൻ്റർപ്രറ്റ് ചെയ്താണ് ഡേറ്റാസ് കൈമാറുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ നോക്കുന്ന റിപ്പോർട്ടിംഗ്. നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് മെഷേഴ്സ് പെർഫോമൻസ് അഗൈൻസ്റ്റ് ഗിവൻ പ്ലാൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ പെർഫോമൻസ് അത് മാനേജ്മെൻറ്റ് അക്കൗണ്ട് നോക്കും. ഇപ്പോൾ നമ്മുടെ പെർഫോമൻസ്, ഇപ്പോൾ ഒരു വർക്കറിനെ സംബന്ധിച്ച് ആ വർക്കറിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞേക്കാണ് ഒരു മണിക്കൂറിൽ 5000 പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് വെച്ചു. പിന്നെ അയാൾ ഒരു മണിക്കൂർ കൊണ്ട് എത്ര നിർമ്മിച്ചു എന്ന് നോക്കണം. 500 ആണെങ്കിൽ സ്റ്റാൻഡേർഡ് വെച്ചെങ്കിൽ 500 മേൽ കൂടിയോ കുറഞ്ഞോ. അപ്പോൾ നമുക്ക് അയാളുടെ പെർഫോമൻസ് നോക്കാനായിട്ട് പറ്റും. ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻസ് ആർ ഇൻ്റർപ്രറ്റഡ് ആൻഡ് റിപ്പോർട്ടഡ് ടു ആ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അയാളുടെ പെർഫോമൻസ്, ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് വയ്ക്കും, എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസിട്ട് കമ്പയർ ചെയ്യും. പ്രകടനം മോശമാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് എല്ലാം മാനേജ്മെൻറ്റിനെ അറിയിക്കും. അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കാണും. സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചത്, പെർഫോമൻസ് ആക്ച്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചത്, ഇതായിട്ട് കമ്പയർ ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. ടോപ്പ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ അറിയിക്കും.
അടുത്തത് ഇവാലുവേറ്റിംഗ് എന്നുള്ള പോയിൻ്റാണ്. ഇവാലുവേറ്റിംഗ് എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഈ ടോപ്പ് മാനേജ്മെൻറ്റ് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആർക്ക് പറ്റണം? നല്ലൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് പറ്റും. അതാണ് ഇവാലുവേറ്റിംഗ് എന്നുള്ള പോയിൻ്റിനകത്ത് എഴുതുന്നത്. ഹീ ഷുഡ് ഇവാലുവേറ്റ് വേരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് മാനേജ്മെൻറ്റിന് ഒരുപാട് പോളിസീസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇത് നല്ലതാണോ, ഇത് ബിസിനസ്സിന് ഗുണം ചെയ്യുമോ എന്ന് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പരിശോധിക്കുക. ദ ഇഫക്റ്റീവ്നെസ് ഓഫ് പ്ലാനിംഗ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ കാലിബർ ഓഫ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ കഴിവാണൊക്കെ ഇരിക്കും ഈ ഒരു പ്ലാന് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറൊക്കെ കൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമില്ലെന്നുള്ളത് ഒരു സമർത്ഥനായ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് അറിയാൻ പറ്റും. കാലിബർ എന്ന് വെച്ചാൽ കഴിവ്. നല്ലൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് അറിയാനായിട്ട് പറ്റും. നമ്മൾ സ്ഥാപനം തീരുമാനിച്ച പ്ലാൻസ്, പോളിസീസ്, അവരുടെ നയങ്ങൾ, നമ്മുടെ ഉദ്ദേശം സെയിൽസ് കൂട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ഉദ്ദേശം നടക്കില്ലെന്നൊക്കെ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് അറിയാനായിട്ട് പറ്റും. അതാണ് ഇവാലുവേറ്റിംഗ് എന്നുള്ള പോയിൻ്റ് പറയുന്നത്. അടുത്തത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സസ്. ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് അവർ ഒരുപാട് ടൈപ്പ് ടാക്സുകൾ പല ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസിക്ക് കൊടുക്കേണ്ടി വരും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ നാലാമത്തെ ഫംഗ്ഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു റിപ്പോർട്ട് ടു ഗവൺമെൻറ് ഏജൻസീസ് ആസ് റിക്വയർഡ് അണ്ടർ ഡിഫറൻറ്റ് ലാസ് ആൻഡ് ടു സൂപ്പർവൈസ് ആൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ടാക്സസ്. അപ്പോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ടാക്സ് എത്ര വരും അല്ലെങ്കിൽ എത്ര കൊടുക്കണം, അതിൻ്റെ ഡ്യൂ ഉണ്ടോ, അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കി നടത്തുന്ന ആരാണ്? നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. ഒരുപാട് ടൈപ്പ് ടാക്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. അടുത്തൊരു ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്സ്. അസറ്റ് നമുക്കറിയാം, ബിസിനസ്സിൻ്റെ അസറ്റുകൾ, പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെയുള്ളതൊക്കെയാണ്. ഫർണിച്ചർ, ബിൽഡിംഗ്, ഇതൊക്കെയാണ് അസറ്റ്. അപ്പോൾ ഈ അസറ്റൊക്കെ ഉണ്ടോ, പഴയ വിലയിലുള്ള അസറ്റുകൾക്ക് അവിടെ ഉണ്ടോ, അത് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓഡിറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യാറുണ്ട്. നോക്കാം. ദ പ്രൊട്ടക്ഷൻ ഓഫ് ബിസിനസ് അസറ്റ്സ് ഈസ് അനദർ ഫംഗ്ഷൻ അസൈൻഡ് ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഒരുപാട് ഡ്യൂട്ടി ഉണ്ട്. അതിലൊന്നാണ് ഈ അസറ്റൊക്കെ, നമ്മുടെ ബിസിനസ്സിലെ അസറ്റ്, അതിൻ്റെ കണക്കെടുപ്പ് കാര്യങ്ങളൊക്കെ അയാളുടെ ഡ്യൂട്ടിയാണ്. ദ ഫംഗ്ഷൻ ഈസ് പെർഫോംഡ് ത്രൂ ദ മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ്, ഓഡിറ്റിംഗ്, അഷ്വറിംഗ് പ്രോപ്പർ ഇൻഷുറൻസ് കവറേജ് ഓഫ് അസറ്റ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താണ് അയാൾ അസറ്റൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അസറ്റിൻ്റെ വില കൂടിയോ കുറഞ്ഞെന്നൊക്കെ പരിശോധിക്കും. എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ കൺട്രോൾ, ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? പരിശോധന. പിന്നെ അഷ്വറിംഗ് പ്രോപ്പർ ഇൻഷുറൻസ് കവറേജ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഷീനറി അത് പ്രൊഡക്ഷൻ നടത്തുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്താണ്, തീ പിടിച്ച് പോകാം. അപ്പോൾ അതിനൊക്കെ ഇൻഷുറൻസ് എടുക്കുക, അല്ലെങ്കിൽ ഫ്ലഡ് വന്ന് നഷ്ടപ്പെട്ടു പോകാം, ലോസ് സംഭവിക്കാം. അപ്പോൾ മെഷീനറിക്ക് അല്ലെങ്കിൽ അസറ്റിനൊക്കെ എന്ത് ചെയ്യുക? ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഒഴിവാക്കാനായിട്ട് പറ്റും. അതാണ് പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്. പരിശോധിക്കുക, ഓഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് അസറ്റിനെ സംരക്ഷിക്കുക. അടുത്ത അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് ചില നയങ്ങളൊക്കെ, തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരും. ഇപ്പോൾ ടാക്സ് റേറ്റ് കൂട്ടുക, കുറയ്ക്കുക, പിന്നെ ചില ഐറ്റംസ് ഇപ്പം ബാൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ബാൻ ചെയ്തു, അതൊക്കെ നമ്മുടെ ചിലപ്പം ഡിഫക്റ്റീവായിട്ടൊക്കെ ചിലപ്പോൾ ബാധിക്കും. അതൊക്കെ നോക്കുന്നതാണ് അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ ഇഫക്ട്സ്. ഹി ഈസ് ടു അസസ് ദ ഇഫക്ട്സ് ഓഫ് വേരിയസ് എക്കണോമിക് ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനിക്കുന്ന പോളിസീസ് നമ്മുടെ ബിസിനസ്സിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ആൻഡ് ആൾസോ ഇവാലുവേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൺ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമുക്കൊരു ഉദ്ദേശമുണ്ട്, സെയിൽസ് കൂട്ടുക, പ്രോഫിറ്റ് കൂട്ടുക എന്നൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആ നേരത്തുള്ള തീരുമാനങ്ങൾ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റാതാക്കുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മളിപ്പം നമുക്ക് അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ 1 കോടി രൂപ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചു. അപ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗവൺമെൻറ് ടാക്സ് റേറ്റ് 50% കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അത്രയും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ എഫക്ട്സ്. ടാക്സ് കൂട്ടാൻ കുറയ്ക്കാം, അതിനൊക്കെ വേറെയും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നത് നോക്കുന്നതാണ് അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ ഇഫക്ട്സ്. അപ്പോൾ നമ്മൾ കണ്ടത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആണ്. ഒന്ന് പ്ലാനിങ് ഫോർ കൺട്രോൾ, റിപ്പോർട്ടിംഗ്, ഇവാലുവേറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ്, പ്രൊട്ടക്ഷൻ ഓഫ് അസറ്റ്സ്, അപ്രൈസൽ ഓഫ് എക്സ്റ്റേണൽ ഇഫക്ട്സ്. ഇനി നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടീസ്. അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഡ്യൂട്ടീസ് ഒരു 6-7-8 പോയിൻ്റൊക്കെ ഉള്ളത്. നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. സിമ്പിൾ പോയിൻ്റാണ്. ഒന്നാമത്തെ പോയിന്റ്, ദ ഇൻസ്റ്റലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആൾ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് ദ കോർപ്പറേഷൻ. അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി. അപ്പോൾ കമ്പനിയുടെ അക്കൗണ്ട് റെക്കോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ടോപ്പ് മാനേജ്മെൻറ്റിന് അയക്കുക, റിപ്പോർട്ടായിട്ട് കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ,
ഇൻസ്റ്റലേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് അക്കൗണ്ട് റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുക ബിസിനസ്സിൻ്റെ. ഓക്കെ. രണ്ടാമത്തെ ദ പ്രിപ്പറേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് ദ കോർപ്പറേഷൻ. അത് തന്നെയാണ് പിന്നെ പറയുന്ന നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ റെക്കോർഡായിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെയായിട്ട് നോക്കുമ്പോഴത്തേക്ക് വരവ് കൂടിയോ കുറഞ്ഞോ, ചിലവ് കൂടിയോ കുറഞ്ഞോ എന്നൊക്കെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, വിശകലനം ചെയ്യുക. അടുത്ത കണ്ടിന്യൂസ് ഓഡിറ്റ് ഓഫ് ആൾ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ദ കോർപ്പറേഷൻ വേറെവർ ലൊക്കേറ്റഡ്. അപ്പോൾ എന്താണ്? ഓഡിറ്റ് ചെയ്യുക, പരിശോധിക്കുക, കണക്കുകളൊക്കെ പരിശോധിക്കുക. കണ്ടിന്യൂസ് ഓഡിറ്റ് ഓഫ് ആൾ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ദ കോർപ്പറേഷൻ വേറെവർ ലൊക്കേറ്റഡ്. അപ്പോൾ സ്ഥാപനം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരുപാട് ബ്രാഞ്ചൊക്കെ കാണും. അവിടെയൊക്കെ പോയി എന്ത് ചെയ്യുക? അവരുടെ കണക്കുകൾ നോക്കുക, പരിശോധന നടത്തുക. അക്കൗണ്ടിലെ കൃത്രിമം നടന്നിട്ടുണ്ടോ, അക്കൗണ്ടൊക്കെ മാന്യമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്തത് ദ കമ്പൈലേഷൻ ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റുകൾ എന്ത് ചെയ്യുക? അതിൻ്റെ ടോട്ടൽ എടുക്കുക. കമ്പൈലേഷൻ ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്, എത്രയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് മൊത്തത്തിലാവുന്നതെന്ന് ലാസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക, ടോട്ടൽ എടുക്കുക. അതാണ്. അഞ്ചാമത്തത് ദ കമ്പൈലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, എന്ന് പറയുന്നതാണ് വിതരണ ചെലവ് എത്രയായി അത് കണ്ടുപിടിക്കുക. അതും മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്ത ടേക്കിംഗ് ആൻഡ് കോസ്റ്റിംഗ് ഓഫ് ആൾ ഫിസിക്കൽ ഇൻവെൻട്രീസ്. എന്താണ് ഫിസിക്കൽ ഇൻവെൻട്രീസ്? വിൽക്കാതെ വെച്ചേക്കുന്നതാണ് സ്റ്റോക്കിൻ്റെ പേരാണ് ഇൻവെൻട്രി. അപ്പോൾ അതിൻ്റെ കണക്കെടുക്കുക, സ്റ്റോക്കിൻ്റെ കണക്കെടുക്കാനൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാരുടെ ഡ്യൂട്ടിയാണ്? അത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്ത പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് ടാക്സ് റിട്ടേൺസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ആൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ടാക്സസ്. അപ്പോൾ ടാക്സ് റിട്ടേൺ സമർപ്പിക്കുക, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. എന്താണ് ടാക്സ് റിട്ടേൺസ് എന്ന് പറയുന്നത്? സ്ഥാപനം എത്ര വരുമാനം നേടി അതിന് ടാക്സ് കൊടുക്കണം, അതൊരു ഫോമിലാണ് അത് പൂരിപ്പിച്ച് കൊടുക്കുന്നത്, അതൊക്കെ തയ്യാറാക്കുന്നതാണ് ടാക്സ് റിട്ടേൺസ്. അത് മാത്രമല്ല ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വേറെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. അടുത്ത ദി പ്രിപ്പറേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആൾ സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഓഫ് ദ കോർപ്പറേഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കുകളെല്ലാം ചെയ്യുന്നത്, അത് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കോറിലേഷൻ കണ്ടുപിടിക്കാം അല്ലേ? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുകളൊക്കെ എടുത്ത് അതിൻ്റെ കോറിലേഷൻ, അല്ലെങ്കിൽ ട്രെൻഡ് അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? അല്ലെങ്കിൽ ചാർട്ട് വരയ്ക്കുക, അത് ടേബിളായിട്ട് ആ ഇൻഫർമേഷൻ എഴുതുക. ഇപ്പം ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള മാസത്തെ സെയിൽസ്, പ്രോഫിറ്റ്, ഇതൊക്കെ നമുക്ക് ടേബിളായിട്ട് അല്ലെങ്കിൽ ഗ്രാഫായിട്ടൊക്കെ വരച്ച്. അടുത്ത നോക്കുന്ന ടോപ്പിക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് അതർ ഡിസിപ്ലിൻ. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അതർ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ മറ്റ് സബ്ജക്റ്റുകൾ, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് അതർ ഡിസിപ്ലിൻസ്. അപ്പോൾ നമുക്കൊരു 4 പോയിൻ്റായിട്ട് ഇത് പഠിക്കണം. ഒന്നാമത്തത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് എക്കണോമിക്സ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും എക്കണോമിക്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അതാണ് ഇതിനകത്ത് പഠിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടും തമ്മിൽ കണക്ഷനുണ്ട്. രണ്ടും നമ്മൾ ബിസിനസ് ഡിസിഷൻസിന് വേണ്ടി നമുക്കിത് രണ്ടും ഉപയോഗിക്കാം, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനത് വായിക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓവർലാപ്സ് എക്കണോമിക്സ് ഇൻ മെനി റെസ്പെക്ട്സ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പല രീതിയിൽ നമ്മൾ എക്കണോമിക്സിന് ആ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആസ് വെൽ ആസ് എക്കണോമിക്സ് കോൺട്രിബ്യൂട്ട് എ ലോട്ട് ഇൻ ഇംപ്രൂവിങ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ഈ ചുരുക്കം പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനകത്ത് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് ആര് നടത്തുന്നുണ്ട്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും എക്കണോമിക്സും നൽകുന്നുണ്ട്. പറഞ്ഞ കാര്യം ഇതാണ്. ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മുടെ എക്കണോമിക്സിലെ തിയറികളും അതിനൊക്കെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ആ പറഞ്ഞ പോയിന്റ്. ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറി എലോങ് വിത്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അനാലിസിസ് ഹെൽപ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ് ഇൻ കോംപ്ലിക്കേറ്റഡ് കേസസ്. അപ്പോൾ എക്കണോമിക് തിയറി ഉണ്ടല്ലോ, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് തിയറി ഉണ്ട്. അത് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അനാലിസിസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻസ് ആർക്ക് എടുക്കാൻ പറ്റും? ടോപ്പ് മാനേജ്മെൻറ്റിന് എടുക്കാനായിട്ട് പറ്റും. പറഞ്ഞ കാര്യം ഇതാണ്. നമ്മുടെ എക്കണോമിക് തിയറി നമ്മുടെ ബിസിനസ്സിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് ടോപ്പ് മാനേജ്മെൻറ്റിന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ എക്കണോമിക്സും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലായി. എക്കണോമിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. രണ്ടാമത്തത് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുകയാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ ടോപ്പ് മാനേജ്മെൻറ്റിന് ഇൻഫർമേഷൻസ്
മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് സമർപ്പിക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് സമർപ്പിക്കും. അത് വെറുതെ സമർപ്പിക്കുകയല്ല, അത് അനാലിസിസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അയക്കുകയാണ്. അല്ലേ? എങ്ങനെയൊക്കെയാണ് അനാലിസിസ് ചെയ്യുന്നത്? ഇപ്പോൾ കോറിലേഷൻ, റിഗ്രഷൻ, അല്ലേ, മീൻ ഡീവിയേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കാം. അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ വായിക്കുന്നത്. ദ ഫങ്ഷണൽ റിലേഷൻസ് ഷോയിങ് മാത്തമെറ്റിക്കൽ റിലേഷൻസ് ഓഫ് വൺ വേരിയബിൾ വിത്ത് വൺ ഓർ മോർ അതർ വേരിയബിൾ ആർ ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക്. അപ്പോൾ ഒരു വേരിയബിൾ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ തന്നു കഴിഞ്ഞാൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു വേരിയബിൾ അറിയാം, വേറൊരു വേരിയബിൾ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. അതൊക്കെയാണ് റിഗ്രഷനകത്തൊക്കെ വരുന്നത്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു വേരിയബിളിൽ നിന്ന് വേറെ വേരിയബിളിലോട്ട് എത്താൻ പറ്റും. അതാണ് തന്നെ രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ നമുക്ക് എളുപ്പത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് അറിയാനായിട്ട് പറ്റും. അതൊക്കെയാണ് കോറിലേഷനൊക്കെ പഠിക്കുന്നത്. കോറിലേഷൻ. These relations are used widely in making cost or price estimate for some of estimated future values assigned to given independent variables. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. യൂസ്ഡ് വൈഡ്ലി ഇൻ മേക്കിംഗ് കോസ്റ്റ് ഓർ പ്രൈസ് എസ്റ്റിമേറ്റ്. ഇനി ഫ്യൂച്ചറിലേക്ക് എത്ര കോസ്റ്റ് ആകുമെന്ന് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എത്ര സെയിൽസ് കിട്ടാൻ സാധ്യതയുണ്ട്, ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് പറ്റും. എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. Okay, to sum up, it may be stated that statistical methods are helpful in developing accounting data and in their interpretation. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചാൽ നമുക്ക് അക്കൗണ്ടിങ് ഡേറ്റ വളരെ സക്സസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതാണ് കോറിലേഷൻ, റിഗ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ടേബിൾ, ചാർട്ട് ഇതൊക്കെ ഉപയോഗിച്ച് അക്കൗണ്ടിങ് ഡേറ്റ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ? ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരു കോളമായിട്ട് വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോഴത്തേക്കാണ് നമുക്ക് എളുപ്പത്തിൽ കാര്യം മനസ്സിലാവുന്നത്, അല്ലേ? ഒരു ചുമ്മാ വായിച്ച് ഒരു ടെസ്റ്റിലുള്ള കാര്യം വായിച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പം അത് ഗ്രാഫായിട്ട് അല്ലെങ്കിൽ ടേബിളായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഡേറ്റകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാം. അത് കണക്ക് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള സെയിൽസ്, പ്രോഫിറ്റ്, കോസ്റ്റ്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടുകൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് ഡിസിപ്ലിൻസ് നമ്മൾ പഠിച്ചു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും എക്കണോമിക്സ് ആയിട്ടുള്ള റിലേഷൻ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള റിലേഷൻ. അടുത്ത മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ലോ എന്ന് പറയുമ്പോൾ കുറച്ച് നിയമങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് നിയമങ്ങൾ, കുറച്ച് ആക്റ്റുകളുണ്ട്. ആ ആക്റ്റൊക്കെ തമ്മിലുള്ള റിലേഷൻ വല്ലതും ഉണ്ടോന്നാണ്. അല്ലേ? ഒരു ബിസിനസ് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങൾ അവർ പാലിച്ചേക്കണം. അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ആൻ എക്കണോമിക് എൻറ്റിറ്റി ഓപ്പറേറ്റ്സ് വിത്ത് ലീഗൽ എൻവയോൺമെൻറ്റ്. ഇതാണ് എക്കണോമിക് എൻറ്റിറ്റി എന്ന് പറയുന്നത് ബിസിനസ്സാണ്. അവരൊരു കുറേ കാര്യങ്ങൾ, കുറേ റൂൾസ്, കുറേ നിയമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ടാവണം. ആൾ ട്രാൻസാക്ഷൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് ആർ ഗവേൺഡ് ബൈ കോൺട്രാക്ട് ആക്ട്. എന്താ ഈ പറയുന്ന ആക്റ്റുകളൊക്കെ അവർ പാലിച്ചിരിക്കണം. എന്താണ് കോൺട്രാക്ട് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട്, ഇതെല്ലാം ഇതിൽ പറയുന്ന നിയമങ്ങളൊക്കെ ഒരു ബിസിനസ് അനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് അതിനെതിരെ നടപടി എടുക്കാനുള്ള റൈറ്റ് ഉണ്ടാവും. ദ ബിസിനസ് എൻറ്റിറ്റി ഈസ് ഇറ്റ് സെൽഫ് ക്രിയേറ്റഡ് ബൈ ലാസ്. ഒരു ലാസ് അല്ലെങ്കിൽ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ഒരു ബിസിനസ്സിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ കേസാവും, വഴക്കാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ല. എന്തൊക്കെയാണ്? കോൺട്രാക്ട് അക്കൗണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആയിട്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, ഇതൊന്നും അല്ല, ഇതിനപ്പുറം ഉണ്ട്. ഈ പറയുന്ന നിയമങ്ങളൊക്കെ പാലിച്ച് വേണം ഒരു ബിസിനസ് പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, അതാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. അടുത്ത ഒരെണ്ണം കൂടെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റായിട്ട് റിലേഷൻ ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റിന് ഡേറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ലേ? അപ്പോൾ അവർ തമ്മിൽ കണക്ഷൻ ഉണ്ട്. ആ കാര്യമാണ് നമ്മളിതിനകത്ത് പറയുന്നത്. എ ലാർജ് പോർഷൻ ഓഫ് ദ അക്കൗണ്ട് ഇൻഫർമേഷൻ ഈസ് പ്രിപ്പയർഡ് ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. അല്ലേ? ഭൂരിഭാഗം കാര്യങ്ങൾ, ഇൻഫർമേഷൻസും എടുക്കാനായിട്ട് ടോപ്പ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നവരാണ് നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. സിൻസ് ആൻ അക്കൗണ്ടൻറ്റ് പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ ഇൻ മാനേജ്മെൻറ്റ്, ദ അക്കൗണ്ടിങ് സിസ്റ്റം ഇറ്റ് സെൽഫ് ക്യാൻ ബി മൗൾഡഡ് ടു സെർവ് ദ മാനേജ്മെൻറ്റ് പർപ്പസ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് പ്ലാൻസ്, പോളിസീസ്, പ്രൊസീജിയർ ഇതൊക്കെ തീരുമാനമായിട്ട് ഡേറ്റാസ്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ട്? കണക്ഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ 4 ഡിസിപ്ലിനാണ് നമ്മൾ പഠിച്ചത്. മാനേജ്മെൻറ്റും എക്കണോമിക്സുമായിട്ടുള്ള കണക്ഷൻ, മാനേജ്മെൻറ്റും സ്റ്റാറ്റിസ്റ്റിക്സും, മാനേജ്മെൻറ്റും അക്കൗണ്ടിങ്ങും ലോയും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റും. നോക്കി വയ്ക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ പറഞ്ഞു, ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞു. അതിനകത്ത് എന്തുകൊണ്ട്? ലിമിറ്റേഷൻസ്, കുറച്ച് പോരായ്മകളുണ്ട്. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കുറച്ച് പോയിൻ്റായിട്ടാണ് നമ്മൾ നോക്കുന്നത്.
ഒന്നാമത്തെ ലിമിറ്റേഷൻ ബ്രോഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. നമുക്കറിയാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഡേറ്റ ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കുകയാണ്. ഇച്ചിരി ഡേറ്റയാണ് ഉള്ളത്, ഒരുപാട് ഡേറ്റകൾ കളക്ട് ചെയ്യണം. അപ്പോൾ എന്താണ് അത് ബ്രോഡാണ്, അല്ലെങ്കിൽ വൈഡർ സ്കോപ്പാണ് നമുക്ക് പറയാം. അത്രയും ഡേറ്റ കളക്ട് ചെയ്യണം, ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്, ബ്രോഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹാസ് എ ബ്രോഡ് സ്കോപ്പ്. സംശയമൊന്നുമില്ല, എല്ലാ ഇൻഫർമേഷനും വേണം, പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ബ്രോഡ് സ്കോപ്പ് എന്ന് എഴുതാൻ കാര്യം. Anything and everything connected with the managerial decision making is covered by this discipline, and hence it is very difficult to manage the processing of ഫിനാൻഷ്യൽ ഡേറ്റ ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത്, മൊത്തം ഫിനാൻഷ്യൽ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത് ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള കാര്യമാണ്, അല്ലേ? ബ്രോഡ് സ്കോപ്പാണ്. കാരണം ഒരുപാട് പണിയുണ്ട് ആ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന്. എല്ലാ ഡേറ്റയും കവർ ചെയ്യണം, അത് ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കണം. അത്ര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അതാണ് ഒന്നാമത് എഴുതിയിരിക്കുന്നത്, ബ്രോഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ലിമിറ്റേഷൻ ഡിപ്പെൻഡൻസ് ഓൺ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആ ഇൻഫർമേഷൻസ് ഇവിടെ ആർക്ക് വേണം? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് വേണം. അക്കൗണ്ടിങ് 3 വിധമാണ്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ധർമ്മം ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡേറ്റാസ് എവിടെ നിന്നൊക്കെ കിട്ടും? ഫിനാൻഷ്യൽ അക്കൗണ്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, കോസ്റ്റ് അക്കൗണ്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ അവരെ ചുരുക്കം പറഞ്ഞാൽ അവരെ ആശ്രയിക്കണം. അതാണ് ഈ ഒരു പോയിനകത്ത് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ഒരു വൈഡർ സ്കോപ്പാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അതുപോലെ ആൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്താ വെച്ചാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ആശ്രയിക്കേണ്ടി വരും. ദ ആക്യുറസി ഓഫ് ബിസിനസ് ഡിസിഷൻസ് ഡിപ്പെൻഡ്സ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ് ഓൺ ദ ആക്യുറസി ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് വിച്ച് ആർ ഓഫൺ ഇന്നാക്യുറേറ്റ്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡേറ്റ നമ്മൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലുള്ള ഡേറ്റ തെറ്റാണെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഡിസിഷൻസ് തെറ്റാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? പറഞ്ഞ പോയിന്റ് ഇതാണ്, ഡിപ്പെൻഡൻസ് ഓൺ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെയും കോസ്റ്റ് അക്കൗണ്ടിനെയും ആശ്രയിക്കേണ്ടതായിട്ട് വരും. കാരണം ഡേറ്റ അവരെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമാണ്. ഇനി അവർ തരുന്ന ഡേറ്റ ഇന്നാക്യുറേറ്റ് ആണ്, തെറ്റാണെങ്കിൽ ആ നമ്മളെടുക്കുന്ന ഡിസിഷൻസ് എന്തായിരിക്കും? തെറ്റായിരിക്കും. അതാണ് അതിനകത്ത് എഴുതിയത്. അടുത്ത മൂന്നാമത്തത് കോസ്റ്റ്ലി ഇൻസ്റ്റലേഷൻ. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്പൊക്കെ പിടിച്ചു. കുറച്ച് സ്റ്റെപ്പുണ്ട്, കുറച്ച് കാശ് ചിലവുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു പോയിനകത്ത് പറയുന്നത്. നോക്കാം, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. സംശയമൊന്നുമില്ല, ഒരുപാട് എംപ്ലോയീസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം, അതുകൊണ്ട് ചിലവുണ്ട്. ദ ഇൻസ്റ്റലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം നീഡ്സ് എ വെരി എലാബറേറ്റ് ഓർഗനൈസേഷൻ ആൻഡ് ന്യൂമറസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരുപാട് നിയമവരികൾ പാലിച്ചു വേണം ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ആ സിസ്റ്റം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ദിസ് റിസൾട്ട് ഇൻ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഓൺലി ബിഗ് കൺസേൺസ് ക്യാൻ അഫോർഡ്. അപ്പം ഒരു വലിയ ഓർഗനൈസേഷനായിരിക്കും ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളൊരു പോസ്റ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് എന്നുള്ള ഒരാളൊക്കെ ഉണ്ടാകുന്നത്. ഒരു ചെറിയ സ്ഥാപനത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു എംപ്ലോയി അങ്ങനെ കുറേ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്, എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലവാണ്. അതാണ് കോസ്റ്റ്ലി ഇൻസ്റ്റലേഷൻ. അപ്പോൾ 3 നമ്മൾ കണ്ടു. ഒന്നാമത്തത് ബ്രോഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഇഷ്ടംപോലെ ഡേറ്റ കളക്ട് ചെയ്യണം, ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. 2 ഡിപ്പെൻഡൻസ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ആരെന്നൊക്കെ ഇൻഫർമേഷൻ വേണം? കോസ്റ്റ് അക്കൗണ്ടിൽ നിന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ നിന്നും ഇൻഫർമേഷൻ വേണം. അത് ചിലപ്പോൾ തെറ്റുമായിരിക്കും അവർ തരുന്നത്. അടുത്ത കോസ്റ്റ്ലി ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യാൻ ഇത്തിരി ചിലവുള്ള കാര്യമാണ്. അടുത്തത് ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ആ ലെവൽസുകൾ തമ്മിൽ, മാനേജ്മെൻറ്റ് ലെവൽസ്, ടോപ്പ് ലെവൽ, അങ്ങനെ ആ ഒരു ലെവൽ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് അടുത്ത പോയിന്റ്, ലാക്ക് ഓഫ് കോർഡിനേഷൻ. ദോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഗുഡ് സൊല്യൂഷൻ ടു ബിസിനസ് പ്രോബ്ലംസ്, ദേ ആർ നോട്ട് ഇംപ്ലിമെൻറ്റഡ് ഫോർ വാണ്ട്സ് ഓഫ് കോർഡിനേഷൻ. എന്താണ് ആ പോയിന്റ് പറയുന്നത്? നമ്മുടെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അപ്പം മാനേജ്മെൻറ്റിൻ്റെ ലെവൽസ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോ ലെവൽ മാനേജ്മെൻറ്റ്, ഇവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഒരു കാര്യമില്ല. അതാണ് ലാക്ക് ഓഫ് കോർഡിനേഷൻ. അല്ലെ തന്നെ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആ ഒരു വർക്കേഴ്സൊന്നും സഹായിത്തൊന്നുമില്ല. അത് നമ്മൾ അടുത്ത പോയിന്റിൽ പറയും അത്. ഓക്കെ, അടുത്തൊരു ലിമിറ്റേഷൻ അജിറ്റേഷൻ എന്നുള്ള ഡിഫറൻസ് ആണ്. അജിറ്റേഷൻ എന്നുള്ള പോയിന്റ് ഞാനത് പറയുന്നത് ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതാണ് ആ പോയിന്റിനകത്ത് പറയുന്നത്. ഈ ഒരു സിസ്റ്റം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് എംപ്ലോയീസിൻ്റെ ഒരു
ലാക്ക് ഓഫ് കോർഡിനേഷൻ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് അജിറ്റേഷൻ എന്നുള്ള പോയിന്റ് പറയുന്നത്. ദ അഡോപ്ഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഇൻ ആൻ എന്റർപ്രൈസ് നീഡ്സ് അക്സെപ്റ്റൻസ് ബൈ വർക്കേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ തീരുമാനിച്ച റൂൾസ്, പോളിസീസ്, റെഗുലേഷൻസ് ഇതൊക്കെ എടുക്കാനായിട്ട്, ഇതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ചിലപ്പോൾ എംപ്ലോയീസ് എതിർക്കും. ഓക്കെ, വിച്ച് മേ ചേഞ്ച് ദ വർക്ക് പ്രോസസ് സ്ട്രക്ചറലി. എന്താണ് അവരുടെ വർക്ക് കൂടും അല്ലെങ്കിൽ കൂടുമെന്നൊക്കെ വിചാരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, എംപ്ലോയീസ് ഈ ഒരു സിസ്റ്റം മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മുടെ സ്ഥാപനത്തിൽ വേണ്ട എന്ന് എംപ്ലോയീസ് ശാഠ്യം പിടിക്കാൻ കാരണം. അപ്പോൾ അതും ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടി, പ്രൊവൈഡ്സ് ഓൺലി ഡേറ്റ. പ്രധാനമായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഡേറ്റ മാത്രമാണ് കൈമാറുന്നത്. അതും വേണമെങ്കിൽ ഒരു ലിമിറ്റേഷനായിട്ട് പറയാം. ശരിക്കും നല്ലൊരു ലിമിറ്റേഷൻ അല്ല അത്, എന്നാലും നമുക്ക് നോക്കാം. പ്രൊവൈഡ്സ് ഓൺലി ഡേറ്റ. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ഡേറ്റ ആൻഡ് നോട്ട് ഡിസിഷൻസ്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡേറ്റയാണ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ആണ് ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കുന്നത്, അല്ലാതെ അയാളല്ല ഡിസിഷൻസ് എടുക്കുന്നത്. അതാരാണ് എടുക്കുന്നത്? ടോപ്പ് മാനേജ്മെന്റാണ് എടുക്കുന്നത് അല്ലേ. ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോള്. അത് എടുക്കുന്നത് അയാളാണോ? അല്ല, അത് ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ ലിമിറ്റേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടന്റ് ഡേറ്റ ശേഖരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഡിസിഷൻസ് അയാൾ എടുക്കുന്നില്ല. അപ്പം ഡേറ്റ ശേഖരിച്ച ആളിനായിരിക്കും എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും ഇച്ചിരി കറക്റ്റ് ആക്യുറേറ്റ് ആവാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്ന കാര്യം. അപ്പോൾ ബ്രോഡ് ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഡിപ്പെൻഡൻസ് ഓൺ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ്ലി ഇൻസ്റ്റലേഷൻ, ലാക്ക് ഓഫ് കോർഡിനേഷൻ, അജിറ്റേഷൻ, പ്രൊവൈഡ്സ് ഓൺലി ഡേറ്റ, എത്രയൊക്കെയാണോ നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻ. അടുത്ത ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിക്കുന്നത്. നമുക്കറിയാം 3 ടൈപ്പ് അക്കൗണ്ടിങ് ആണുള്ളത്, അല്ലെങ്കിൽ 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. അതിനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് ഒബ്ജക്റ്റിന്റെ ബേസിൽ. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഉദ്ദേശം. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ ഡേറ്റ ടോപ്പ് മാനേജ്മെന്റ് സമർപ്പിക്കുക. എന്തിനാണ്? ഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. ഇതാണ് ആ വ്യത്യാസം. അപ്പോൾ നമുക്ക് നോക്കാം. The objective of financial accounting is to record various transactions in the books of accounts to know financial position and find out profit and loss at the end of the accounting. അപ്പോൾ എന്താണ് ഉദ്ദേശം? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റ്, അതിനൊക്കെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കുക. ഇത് രണ്ടും ആണ് എന്തിൻ്റെ ഒബ്ജക്റ്റീവ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നതാണ്. അതിനൊക്കെ തന്നെ ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതൊക്കെ ആണ് ആരുടെ ഉദ്ദേശം? ഇതൊക്കെ അറിയുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നോക്കിയാണ്, ഈസ് മീൻഡ് ഫോർ ഹെൽപ്പിംഗ് ദ മാനേജ്മെൻറ്റ് ഇൻ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് പ്ലാൻസ്. അപ്പോൾ മാനേജ്മെൻറ്റിന്, ടോപ്പ് മാനേജ്മെൻറ്റിന് പ്ലാൻസ്, പോളിസീസ്, ഡിസിഷൻസ് ഇതൊക്കെ എടുക്കാനായിട്ട് സഹായിക്കുക. ഇതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം. അടുത്ത ഡിഫറൻസ് സ്കോപ്പ്. സ്കോപ്പിലുള്ള ഡിഫറൻസ് നിങ്ങൾ അവിടെ നാരോ സ്കോപ്പ്, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് നാരോ ആണ്, അങ്ങനെ പഠിച്ചാൽ മതി. അവിടെ നാരോ സ്കോപ്പ് ഒന്ന് ഓർക്കുക. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് എല്ലാ ഡേറ്റയും അവർ ശേഖരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് പരിഗണന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ സ്കോപ്പ്? ബ്രോഡർ സ്കോപ്പാണ്. അപ്പോൾ നാരോ സ്കോപ്പ്, ബ്രോഡർ സ്കോപ്പ് എന്നങ്ങനെ ആ ഡിഫറൻസ് പഠിക്കുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നാരോ ആണ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ബ്രോഡർ സ്കോപ്പാണ്. അടുത്തത് നേച്ചറിലുള്ള ഡിഫറൻസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഡേറ്റയാണ്. നമ്മൾ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് ഉപയോഗിക്കുന്നത്. കാശ് കൊടുത്തു, കാശ് പോയി, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രം. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആകുമ്പോൾ എന്ത് ഡേറ്റ എടുക്കും? ഓക്കെ, അപ്പോൾ ഡിഫറൻസ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ, പഴയ ഡേറ്റ, സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, ഡേറ്റയ്ക്കാണ് ഇവിടെ എടുക്കുന്നത്, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് എടുക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് പ്രൊജക്ഷൻ ഓഫ് ഡേറ്റ ഫോർ ദ ഫ്യൂച്ചർ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്? ഫ്യൂച്ചറിലേക്കുള്ള ഡേറ്റ, പ്രൊജക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഡേറ്റ, ഫ്യൂച്ചറിലുള്ള സെയിൽസ് എത്രയായിരിക്കും, പ്രോഫിറ്റ് എത്രയായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നുണ്ട്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നോക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഹിസ്റ്റോറിക്കലാണ്, അടുത്തത് എന്താണ്? ഫ്യൂച്ചർ നോക്കുന്നുണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഫ്യൂച്ചറിനോട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അടുത്തത് കമ്പൽഷൻ. ഏത് അക്കൗണ്ടാണ് നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കമ്പൽസറി. അപ്പോൾ നിർബന്ധമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇതൊക്കെ നിർബന്ധമായിട്ടും വരച്ചിരിക്കണം. റൂളാണ്, കമ്പൽസറിയാണ്, നിർബന്ധമാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് കമ്പൽസറി. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതൊക്കെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. അടുത്തത് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2 അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു.
അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഗവേൺഡ് ബൈ ജനറലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ പൊതുവായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, കൺവെൻഷൻസ്, ഇതൊക്കെ ഈ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ഇതൊക്കെ റൂൾസാണ്, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം ഫിനാൻഷ്യൽ അക്കൗണ്ട് വരയ്ക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡസ് നോട്ട് ഫോളോ എനി സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് എന്തില്ല, അവർക്ക് പ്രിൻസിപ്പിൾസ് അങ്ങനെ പ്രത്യേകിച്ച് റൂള് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ഡിഫറൻസ് പീരീഡിലുള്ള ഡിഫറൻസ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ പ്രത്യേകത ഒരു പർട്ടിക്കുലർ പീരീഡത്തേക്കാണ്, ഒരു വർഷം അല്ലെങ്കിൽ 6 മാസത്തേക്ക് ആണ് ചിലപ്പോൾ നമ്മൾ അക്കൗണ്ടുകളൊക്കെ വരച്ച് നോക്കുന്നത്. അടുത്ത ദർ ഈസ് നോ സ്പെസിഫിക് പീരീഡ് ഫോർ വിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിന് പ്രത്യേകിച്ച് പീരീഡൊന്നും ഇല്ല. അവർ എപ്പോഴാണ് അവർക്ക് തോന്നുന്നത് ആ സമയത്ത് അവർ വരും, ആ സമയത്തുള്ള ഡേറ്റ വെച്ച് ചെയ്യും. അപ്പോൾ പീരീഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു പ്രത്യേക കാലയളവിലേക്കുള്ള ഡേറ്റ വെച്ചിട്ടാണ് കാര്യങ്ങൾ എഴുതുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് അങ്ങനെ ഒന്നില്ല. അടുത്ത ഡിഫറൻസ് പബ്ലിക്കേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആർ പബ്ലിഷ്ഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയ P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഓരോ കമ്പനിയും അവരുടെ വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡേറ്റ പബ്ലിഷ് ചെയ്യാറുണ്ട്, പബ്ലിക്കിന് കാണാനായിട്ട് അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇനി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് റിപ്പോർട്ട്സ് ഫോർ ദ ഇൻറ്റേർണൽ യൂസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദീസ് ആർ നോട്ട് പബ്ലിഷ്ഡ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അവർ എന്ത് ചെയ്യാറില്ല, പബ്ലിഷ് ചെയ്യാറില്ല, പുറത്തുള്ളവരെ അറിയിക്കാറില്ല. അത് കൂടുതലായിട്ടും ഇൻറ്റേർണൽ യൂസ് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഡിഫറൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഡേറ്റ നമ്മൾ പബ്ലിഷ് ചെയ്യും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, പബ്ലിഷ് ചെയ്യത്തില്ല. അടുത്ത ഡിഫറൻസ് ഓഡിറ്റ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആർ ഓഫൺ ഓഡിറ്റഡ് ആൻഡ് ഇൻ സർട്ടൺ കേസസ് ഇറ്റ് ഈസ് കമ്പൾസറി ആൾസോ. ഫിനാൻഷ്യൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റിംഗ് എന്ന് അറിയില്ല, പരിശോധന, ഓഡിറ്റിങ്. അത് ചിലപ്പോഴൊക്കെ എന്താണ്, കമ്പൾസറി ആണ്, നിർബന്ധമായിട്ടും ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ട് നീഡ് നോട്ട് ബി ഓഡിറ്റഡ്. മാനേജ്മെൻറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ട, ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒരു ഡിഫറൻസും സബ്ജക്റ്റുമായിട്ടുള്ള ഡിഫറൻസ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട് ഈസ് കൺസേൺഡ് വിത്ത് അസസിങ് ദ റിസൾട്ട് ഓഫ് ഹോൾ ബിസിനസ്. അപ്പോൾ നമ്മുടെ മൊത്തം ബിസിനസ്സിൻ്റെ റിസൾട്ടാണ്, ആ മൊത്തം ബിസിനസ് കൊണ്ട് ലാഭം നഷ്ടം എന്ന് നോക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം. അല്ലാതെ കുറച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാഭം എത്രയാണ്, അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാഭം പ്രത്യേകം എത്രയാണ്, അങ്ങനെയല്ല. ഒരു ബിസിനസ്സിൻ്റെ മൊത്തമായിട്ട് ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണ് ഇത് നോക്കുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. അടുത്തത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് സെപ്പറേറ്റ്ലി വിത്ത് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അങ്ങനെ അവരുടെ ലാഭം എത്രയാണ്, അവരുടെ നഷ്ടം എത്രയാണ്, അങ്ങനെ പ്രത്യേകം നോക്കും. ആര് പ്രത്യേകം നോക്കുന്നില്ല, നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രത്യേകം നോക്കുന്നില്ല. അവർ ഹോൾ ഓർഗനൈസേഷൻ്റെ ലാഭവും നഷ്ടമാണ് നോക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആകുമ്പോൾ ഓരോ ഡിവിഷൻ്റെ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലാഭവും നഷ്ടമാണ് നോക്കുന്നത്. അപ്പോൾ ഡിഫറൻസുകൾ ആവശ്യം, ഇതിനപ്പുറം ഡിഫറൻസുകളുണ്ട്. ഞാനൊരു 9 ഡിഫറൻസ് ഇവിടെ പറയുന്നുണ്ട്. ആവശ്യം പോലെ ഡിഫറൻസുകൾ തമ്മിലുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് തമ്മിലുണ്ട്. നമുക്ക് എക്സാമിന് ഒരു 9 പോയിന്റ് നമ്മൾ പഠിച്ചു വയ്ക്കുന്നു. അടുത്ത പഠിക്കേണ്ടത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ഉള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് ഒബ്ജക്റ്റിൻ്റെ ബേസിൽ. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ എത്ര രൂപ കാശ് ചിലവാകും, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ ലക്ഷ്യം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡിഫറൻസ് ഒബ്ജക്റ്റിനകത്തുള്ളതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു റെക്കോർഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് എ സർവീസ്. നിങ്ങൾ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് എ സർവീസ് അതിൻ്റെ അവിടെ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി. ഒരു പ്രോഡക്റ്റ് ഇറക്കാൻ എത്ര രൂപ കാശാവും, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ അത് ഇറക്കാനായിട്ട് എത്ര രൂപ ചിലവ് വരും. ഇപ്പോൾ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഞാനൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അത് ഇറക്കാനാണെങ്കിൽ എത്ര രൂപ ആവും. ഇതൊക്കെയാണ് മെയിനായിട്ട് ആര് നോക്കുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം. ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഉദ്ദേശം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഉദ്ദേശം ഡേറ്റാസ്, ഇൻഫർമേഷൻസ് ഇത് ടോപ്പ് മാനേജ്മെൻറ്റ് കൊടുക്കുക ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയാം. അടുത്ത സ്കോപ്പിലുള്ള ഡിഫറൻസ് ആണ്. ദ സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് നാരോ ആൻഡ് ഇറ്റ് ഡീൽസ് പ്രൈമർലി വിത്ത് കോസ്റ്റ് അസർടൈൻമെൻറ്റ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്താണ്? അത് നാരോ സ്കോപ്പാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും കോസ്റ്റിന് അതില്ല, നാരോ സ്കോപ്പാണ്.
മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തായിരിക്കും? ബ്രോഡ് സ്കോപ്പാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബ്രോഡ് സ്കോപ്പ് എന്ന് അവിടെ എഴുതി വയ്ക്കാം. ഒരുപാട് കാര്യങ്ങൾ, എല്ലാ ഓർഗനൈസേഷനുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ആരാണ്? നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ദ സ്കോപ്പ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് വെരി വൈഡ്, വിച്ച് വെരി വൈഡ് എന്നുണ്ട്. അപ്പോഴെന്താണെന്ന് ബ്രോഡാണെന്ന് പറയാം. ബ്രോഡ് സ്കോപ്പാണ്. വിച്ച് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിങ്, ടാക്സ് പ്ലാനിങ് എക്സെട്ര. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആര് കവർ ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കവർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിങ്, ടാക്സ് പ്ലാനിങ്, ഇതെല്ലാം കവർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ സ്കോപ്പ് എന്താണ്? വൈഡർ സ്കോപ്പാണ്. അതേസമയം കോസ്റ്റ് അക്കൗണ്ട് ആകുമ്പോൾ അതിൻ്റെ കാര്യം മാത്രം നോക്കുന്നുള്ള, അതുകൊണ്ട് എന്താണ്? അത് നാരോ സ്കോപ്പാണ്. അടുത്തത് പ്രിൻസിപ്പിൾസിലുള്ള ഡിഫറൻസ്. ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് സർട്ടൺ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കണക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് കൊണ്ട് അത് ഫോളോ ചെയ്യണം. ഈ അക്കൗണ്ടൊക്കെ വരയ്ക്കുമ്പോൾ അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നോ സ്പെസിഫിക് പ്രിൻസിപ്പിൾസ് ആർ ഫോളോഡ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് പ്രത്യേകിച്ച് പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ഡിഫറൻസ് ഡേറ്റ യൂസ്ഡ്. എന്ത് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത്? ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആർ ടേക്കൺ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഫിഗേഴ്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യുന്നത് എന്താണ്? ഫിഗേഴ്സിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഡേറ്റകളെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ഇപ്പോൾ സാലറി കൊടുത്തു, 2000 സാലറി കൊടുത്തു, നമുക്കത് എഴുതി വയ്ക്കാമല്ലോ അല്ലേ? ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ കഴിവ് ഇത്ര രൂപയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ എടുക്കുന്നില്ല. ഏത് മാത്രം? ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ ഉള്ള ഇൻഫർമേഷൻ. സാലറി കൊടുത്തു, കമ്മീഷൻ കിട്ടി, അതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ്. ഈ ഡേറ്റയാണ് ആര് നോക്കുന്നത്? നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കാറുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് ആകുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ ഉള്ളൂ. അതായത് എക്സ്പ്രസ്ഡ് ഇൻ ഫിഗേഴ്സിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ 1, 2 അല്ലെങ്കിൽ 1000 അങ്ങനെ എമൗണ്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ആര് റെക്കോർഡ് ചെയ്യാറുള്ളൂ? കോസ്റ്റ് അക്കൗണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആകുമ്പോൾ രണ്ടും ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും അവർ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നേച്ചറിലുള്ള ഡിഫറൻസ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ് യൂസേഴ്സ് മെയിൻലി പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് പാസ്റ്റ് ഡേറ്റയും അതിനൊക്കെ തന്നെ പ്രസൻറ്റ് ഫിഗേഴ്സുമാണ്, പ്രസൻറ്റ് ഡേറ്റയുമാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ജനറലി കൺസേൺഡ് വിത്ത് പ്രൊജക്ഷൻ ഓഫ് ഫിഗേഴ്സ് ഫോർ ദ ഫ്യൂച്ചർ വിച്ച് ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത അവർ കൂടുതലും ഫ്യൂച്ചറാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ഡിസിഷൻസ് എടുക്കാനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൂടുതലും ഫ്യൂച്ചർ ഡേറ്റയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആകുമ്പോൾ പാസ്റ്റും പ്രസൻറ്റും, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആകുമ്പോൾ ഫ്യൂച്ചർ, അങ്ങനെ കൊടുത്താൽ മതി. അടുത്ത ഡിഫറൻസ് ഓഡിറ്റിംഗ്. കോസ്റ്റ് അക്കൗണ്ട്സ് ആർ ടു ബി ഓഡിറ്റഡ് കമ്പൾസറിലി ഇൻ സർട്ടൺ ഇൻഡസ്ട്രീസ്. അപ്പോൾ ചില സ്ഥാപനങ്ങളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട്സ് നിർബന്ധമായിട്ടും പരിശോധിക്കണം അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യണമെന്ന് നിയമമുണ്ട്. നിർബന്ധമായിട്ടും ചില സ്ഥാപനങ്ങളിൽ ചെയ്യണം. നോ കമ്പൾസറി ഓഡിറ്റ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ അത് കണ്ടു. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് എന്തില്ല? വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്താൽ മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഓഡിറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യണം, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെയാണ് ഡിഫറൻസ്. ഒബ്ജക്റ്റ്, സ്കോപ്പ്, പ്രിൻസിപ്പിൾസ്, ഡേറ്റ യൂസ്ഡ്, നേച്ചർ, ഓഡിറ്റിംഗ്. ഇങ്ങനെ 6 ഡിഫറൻസ് ആണ്